അങ്ങനെ സ്ക്രാച്ച് ആൻഡ് വിന്നിന്റെ രണ്ടാമത്തെ ഘട്ടം വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് അവരെല്ലാവരും പറഞ്ഞത് ഇത് മനസ്സിലായത്. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഈ ഒളിച്ചു വെച്ചേക്കുന്ന കാർഡൊന്നും കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. എങ്കിലും നല്ല രീതിയിൽ തന്നെ ഷാനവാസിന് കുറെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അനുമോൾക്ക് കിട്ടി, അക്ബറിന് 4 കണ്ടാന്ന് തോന്നുന്നു കിട്ടിയത്. അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കുറെയൊക്കെ കിട്ടി. പക്ഷെ പണി കിട്ടിയത് 2 പേർക്കാണ്. അത് നമ്മുടെ സ്ട്രോങ്സ്റ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള അനുമോൾക്കും അനീഷിനുമാണ്. പക്ഷെ അനീഷിന് കിട്ടിയത് വലിയ കുഴപ്പമില്ല. അനീഷിന് കിട്ടിയത് അനുമോൾക്ക് കിട്ടിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അനുമോൾക്ക് ശരിക്കും കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ശരിക്കും ഈ പറയുന്ന അനുമോൾക്ക് കിട്ടിയ പണിയുണ്ടല്ലോ, അത് വേറെ ആർക്ക് കിട്ടിയാലും വലിയൊരു പ്രശ്നം ആവത്തില്ലായിരുന്നു. പക്ഷെ അത് അനുമോൾക്കാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. വേറൊന്നുമല്ല, ദീപാവലി വരാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു ദിവാലിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്വീറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റുകൾ കാണുമല്ലോ, വീട്ടുകാർ അയക്കാൻ പോകുന്ന ഗിഫ്റ്റുകൾ, അത് ഈ പണി കിട്ടിയ ആൾക്ക്, അതായത് അനുമോൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അനുമോൾക്ക് അത് വീട്ടുകാരെ കൊടുക്കുന്നത് എത്തിച്ചു കൊടുക്കില്ല. അപ്പോൾ ഇപ്പോഴേ ഓർത്തോ, ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുത്തിട്ടില്ലെങ്കിൽ അനുമോളുടെ വീട്ടുകാർ ഇനി അങ്ങോട്ട് ഗിഫ്റ്റ് ഒന്നും അയക്കണ്ട. അപ്പം ഈ ഒരു ടാസ്കിൽ, ഈ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ, അതൊരു പണിയാണ്. ആ ഒരു പണി കിട്ടിയ സമയത്ത് തന്നെ അനുമോൾ പറയുന്നുണ്ട്, ശരിക്കും ഇതൊരു വലിയ പണിയായി പോയി എന്ന്. പക്ഷെ ഷെയർ ചെയ്യാനോ മറ്റൊന്നിനോ അനുമോൾക്ക് ഇന്ന് ആരും കൂട്ടില്ല. ഒറ്റയ്ക്കാണ്. ആദില നൂറയുമായിട്ട് കംപ്ലീറ്റ്ലി അനുമോൾ പിണങ്ങിയിരിക്കുകയാണ്. ഒട്ടും മിണ്ടാൻ താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് അനുമോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനുമോളിന്റെ അടുത്ത് മിണ്ടാനായിട്ട് നൂറയും ആദിലയും ഒക്കെ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അങ്ങനെ തന്നെ അവർ തമ്മിൽ വിട്ടു തന്നെ നിൽക്കുകയാണ്. പക്ഷെ അനീഷിന് കിട്ടിയ പണി കുറച്ചധികം രസകരമാണ്. അതായത് അനീഷിന്റെ ഫുഡ് അടുത്ത ഒരു 3 പേർക്ക് ഷെയർ ചെയ്യണം. അപ്പൊ അനീഷ് അത് പറയുന്നുണ്ട്, ഞാൻ ഇതിനെ പണിയായിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല ബിഗ് ബോസ്, ഇതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ഒരു സെയിം സംഭവം അനുമോൾക്ക് കിട്ടിയിരുന്നു എങ്കിലും അനുമോളും ഇത് തന്നെയായിരിക്കും പറയാൻ പോകുന്നത്, എനിക്ക് സന്തോഷമാണ്. പക്ഷെ ആര്യനോ നെവിനോ അങ്ങാനോ ആണ് ഈ ഫുഡിന്റെ കാര്യം കിട്ടിയിരുന്നെങ്കിൽ അവരവിടെ നെഞ്ചത്തടിയും നിലവിളിയും തുടങ്ങിയേനെ. അങ്ങനെ ഈ ഒരു ടാസ്കിൽ ശരിക്കും പറഞ്ഞാൽ 2 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കുറെ അധികം പോയിന്റ്സ് കിട്ടുന്നുണ്ട്. കുറെ പേർക്ക് കുറെ അധികം പോയിന്റ്സ് കിട്ടുന്നുണ്ട്. എഗെയിൻ ഞാൻ പറയുകയാണ്, ആ ഒരു പാവയുടേതും ബോളിൻ്റെതും അവർ പലരും നഷ്ടപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഷാനവാസിന്റെ കേസിൽ ഷാനവാസ് ഗെയിം നന്നായിട്ട് കളിക്കാതെ നഷ്ടപ്പെടുത്തി. പിന്നെ അക്ബറിന് നിർഭാഗ്യവശാൽ അക്ബറിന് നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ വേണം നമ്മൾ പറയാൻ. കാരണം വെച്ചാൽ അക്ബർ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ആദില മോഷ്ടിച്ചെടുത്തു, അതിൽ നിന്ന് വീതിച്ചെടുത്ത് അനുമോൾക്കും ആദിലയ്ക്കും അത് ഗുണം ചെയ്തു. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് കിട്ടിയ ബാക്കി പോയിന്റ്സുകളൊക്കെ ഗുണം ചെയ്യും കേട്ടോ. ഇപ്പം ദീപാവലിക്ക് കിട്ടുന്ന ആ ഒരു ഗിഫ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് നേരത്തെ ആദിലയ്ക്ക് പണി കിട്ടിയല്ലോ, അത് സത്യം പറഞ്ഞാൽ ഒരു കർമ്മയായിരുന്നു. കാരണം വെച്ചാൽ ആദില അക്ബറിൽ നിന്ന് മോഷ്ടിച്ചെടുത്തത് മൊത്തം അതൊരു എന്താ പറയാ, തിരിച്ച് നെഗറ്റീവായിട്ട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടായിരിക്കാം ആദ്യത്തെ ആ ഒരു റൗണ്ടിൽ ഈ ഒരു വിൻ ആൻഡ് സ്ക്രാച്ച് ആൻഡ് വിൻ അത് കിട്ടിയ സമയത്ത് ബേൺ കാർഡ്സ് എന്ന് പറഞ്ഞൊരു പണിയാണ്. സത്യത്തിൽ അതേ കണക്കൊരു പണി വേറെ ആർക്കും കിട്ടിയിട്ടുമില്ല. അപ്പൊ ആദിലേക്ക് അതൊരു പണിയിലൂടെ നഷ്ടപ്പെട്ടു. പക്ഷെ പണി കിട്ടിയെങ്കിലും ഇപ്പോഴും അനുമോൾ തന്നെയാണ് രണ്ടാമത്തെ റൗണ്ടിൽ ഉൾപ്പെടെ അനുമോൾ തന്നെ, അതായത് പാവകളെ കളക്ട് ചെയ്യുന്നത് ഉൾപ്പെടെ ഇപ്പോഴും അനുമോൾക്ക് നല്ലൊരു പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഭാഗ്യത്തിന്റെ ഒരു കളിയായിരുന്നു. അപ്പോൾ ഏതായാലും ശരി, ഫൈനലി ഈ ടോപ്പ് 5ലേക്ക് ആരെത്തും എന്നുള്ളതിന് ഒരു റൗണ്ട് കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കിന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും നാളെയും കൂടിയുണ്ട് നോമിനേഷനും ജയിൽ നോമിനേഷനും ഒക്കെ വരാനുള്ള അവസരം നാളെയും കൂടിയുണ്ട്. അപ്പോൾ അടുത്ത ലൈവിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.